നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കറബാവോ കപ്പിൻ്റെ ഫൈനൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10 മണിക്ക് വെംബ്ലിയിൽ ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീപറക്കുന്ന പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ട്രോഫി ഡ്രൗട്ട് ഇവിടെ തീരുമോ ആഴ്സണലിൻ്റെ? അതാണ് ചോദ്യം. ഈ ട്രോഫി ഡ്രൗട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത് മൈക്കൽ ആർട്ടിറ്റയാണ്. ഏറ്റവും ഒടുവിൽ ഒരു കിരീടം ചൂടിയത് ഇതുപോലൊരു FA കപ്പാണ്. അദ്ദേഹം ആർട്ടിറ്റ അവിടെ ആഴ്സണലിലെ കോച്ചായി വന്ന ഓപ്പണിംഗ് സീസണിൽ അന്ന് FA കപ്പിൽ കിരീടം ചൂടി 2020. അത് കഴിഞ്ഞിട്ടോ ദിനങ്ങൾ ഒരുപാട് കടന്നുപോയി. 2059 ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു കിരീടം. മികച്ച പ്രകടനം പലപ്പോഴും നടത്തി, പക്ഷേ പല കിരീടങ്ങളുടെയും തൊട്ടരികിൽ വെച്ച് അത് നഷ്ടപ്പെടുത്തി. ബോട്ട്ലേഴ്സ് എന്ന് പലരും അവരെ കളിയാക്കി വിളിക്കാനും തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ കളിക്കാൻ ഇറങ്ങും മുമ്പ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം അതിനെക്കുറിച്ച് മറുപടി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും കിരീടം നേടാൻ ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു വില്ലിങ്നെസ് ടു വിൻ അത് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരു കളി ജയിച്ചത് കൊണ്ടോ, ഒരു കിരീടം ജയിച്ചത് കൊണ്ടോ, 2 എണ്ണം ജയിച്ചത് കൊണ്ടോ, 5 എണ്ണം ജയിച്ചത് കൊണ്ടോ ഒന്നും മാറാൻ പോകുന്നില്ല. എത്ര കിരീടം ചൂടിയാലും ആ ഒരു വില്ലിങ്നെസ്, അതിനുവേണ്ടി പൊരുതാനുള്ള വില്ലിങ്നെസ് അവിടെ തന്നെ ഉണ്ടാവും. ബട്ട് യെസ്, ഇപ്പോൾ കിരീടമില്ല, ഈ ഒരു ഡ്രൗട്ട് എന്ന് പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എനിക്ക് എല്ലാ കോമ്പറ്റീഷൻസും വിജയിക്കണം. അതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വർഷങ്ങളായിട്ടൊരു കിരീടം ചൂടാതെ ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ ഒബ്വിയസ്ലി കൂടുതൽ കിരീടം ഒരു ആവശ്യകതയായിട്ട് മാറും. അതോടൊപ്പം തന്നെ നമുക്ക് ആ കിരീടം ചൂടണമെന്നൊരു ഡ്രൈവ് നമ്മുടെ ഉള്ളിലുണ്ടാവും. ഒരു ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് അത് നമ്മുടെ ഉള്ളിൽ മാറുകയും ചെയ്യും. ഏതായാലും ഞങ്ങൾക്ക് വേണ്ടത് അത് തന്നെയാണ്. ഇപ്പോൾ കിരീടം ചൂടണം, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞങ്ങൾ കാണുന്ന കാര്യവും അത് തന്നെയാണ്. അത് നേടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഞങ്ങൾ നടത്തും. ഞങ്ങളുടെ മുന്നിൽ അതിനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്പോർട്സിൽ ചിലപ്പോൾ മറ്റു പ്ലെയേഴ്സ്, മറ്റു ടീമൊക്കെ നിങ്ങളെക്കാൾ നല്ലതായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വയം കണ്ണാടിയിലൊന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ തയ്യാറാവണം, എല്ലാം സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. ഗിവ് ആബ്സല്യൂട്ട്ലി എവറിത്തിങ് ആൻഡ് ബി ബെറ്റർ ദാൻ ദം, ആൻഡ് ദാറ്റ്സ് വാട്ട് വി ആർ ചേസിങ്. മറ്റുള്ളവർ എന്താണോ അവരെക്കാൾ ബെറ്റർ ആവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിനാണ് ഞങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി മൈക്കൽ ആർട്ടിറ്റ പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു പോരാട്ടം പെപ് ഗാർഡിയോളയുമായിട്ടാണ്. സിറ്റിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും? ആ കിരീട ഡ്രൗട്ട്, ഈ പറഞ്ഞ 2000-ന് മുകളിൽ ദിവസങ്ങളായിട്ടുള്ള ആ കിരീട ഡ്രൗട്ട് ഉണ്ടല്ലോ, അതിന്ന് വെംബ്ലിയിൽ തീർക്കുമോ ഗണ്ണേഴ്സ്? അതാണ് ചോദ്യം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.